ഈ ഒരു എയർപോർട്ട് ഇന്ത്യയിലാന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും വിശ്വസിക്കില്ല കേട്ടോ. കാരണം അമ്മാതിരി സെറ്റപ്പിലാണ് ഇത് പണിത് വെച്ചിരിക്കണേ. തുറന്നിട്ട് ആകെ കൂടിയിട്ട് 2 ആഴ്ചയായിട്ടുള്ള കാരണം അധികാരം കണ്ടിട്ടുണ്ടാവാനും വഴിയില്ല എയർപോർട്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് നമ്മുടെ പുതിയ നവി മുംബൈ എയർപോർട്ടിനെ കുറിച്ചാട്ടാ. അങ്ങനെ നമ്മുടെ സ്വന്തം മുംബൈക്ക് രണ്ടാമതൊരു എയർപോർട്ട് കൂടി. അപ്പോൾ ഇതാ പറഞ്ഞ ഷട്ടിൽ സർവീസ് ബസ്സില്ലേ, ഫ്രീ ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ നവി മുംബൈ എയർപോർട്ട്. അതായത് ഇങ്ങോട്ട് മുംബൈക്ക് ടിക്കറ്റ് എടുക്കണവർ ശ്രദ്ധിക്കുക, 2 എയർപോർട്ട് ഉണ്ട്. NMI എന്നാണ് ഈ എയർപോർട്ടിൻ്റെ കോഡ്. പക്ഷേ സംഭവം ഉണ്ടല്ലോ വേറെ ലെവലാട്ടാ. ഇവിടുത്തെ എയർപോർട്ടാണെന്നൊന്നും നോക്കിയാൽ ഒരാളും പറയില്ല. അമ്മാതിരി സെറ്റപ്പിലാണ് പണിതുകൊണ്ടിരിക്കുന്നത്. പണി ഫുള്ളും കഴിഞ്ഞിട്ടില്ല. അവർ ബേസ് 1 മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. 4 സെഗ്മെൻ്റായിട്ടാണ് എയർപോർട്ട് വരുന്നത്. ഒരു ബഡ എയർപോർട്ടാണെന്നുള്ളൊരു ഷുവറാണ്. നിലവിൽ ഫ്രണ്ടിൽ ടാക്സി കൗണ്ടറും അതുപോലെ തന്നെ പ്രണാം സർവീസിൻ്റെ മീറ്റ് ആൻഡ് ഗീറ്റ് സർവീസ് മാത്രമാണ് ഓപ്പൺ ഉള്ളൂ. പിന്നെ നമ്മളൊന്നും നോക്കിയില്ല, നേരെ ഉള്ളിലേക്ക് കയറി അങ്ങോട്ട് വിസ്തരിച്ച് ഒന്നുകൂടി അങ്ങോട്ട് കാണാമെന്ന് വിചാരിച്ചു. എത്ര കണ്ടാലും മതി വലിയ കേട്ടോ ഈ എയർപോർട്ട്. ഉള്ളിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിള്ളേർക്കും നമുക്കൊക്കെ പോയിട്ട് ഫോട്ടോ എടുക്കാൻ പോകണ ഫസ്റ്റത്തെ സാധനമാണ് ഇതാ കാണുന്ന മിറർ. അതൊരു നല്ല വെറൈറ്റി സംഭവമായിട്ട് തോന്നി. പിന്നെ ഇതാ ഇവരുടെ ഫുൾ പ്ലാൻ അടക്കം ഇത് പണി കഴിഞ്ഞ് വരുമ്പോൾ എങ്ങനെയാവും എന്നുള്ള ഒരു മാപ്പൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. എയർപോർട്ട് കണ്ടുകൊണ്ട് നേരം പോയി തന്നില്ലേ, വേഗം പോയി പിന്നെ ചെക്ക് ഇൻ ചെയ്ത് ബോർഡിംഗ് പാസ് കിട്ടി. സത്യം പറയാലോ, എത്ര ചുറ്റി കറങ്ങി കണ്ടു കഴിഞ്ഞാലും മടുക്കുന്നില്ല കേട്ടോ എയർപോർട്ട്. വല്ലാതൊരു രസമുള്ള എയർപോർട്ടാണ് മൊത്തത്തിൽ. പിന്നെ ഒരു അദാനിമയം പർപ്പിൾ കൊണ്ട് വിസ്മയം തീർത്തിരിക്കുകയാണ് നമ്മുടെ അദാനി പവേർഡ് നവി മുംബൈ എയർപോർട്ട്. പിന്നെ അതാ കയറി ചെല്ലുമ്പോൾ തന്നെ ഉള്ളിലേക്ക് കിടക്കുമ്പോൾ 2ാം സെഗ്മെൻറ്റിൽ ഇങ്ങനത്തെ കുറച്ച് LED പാനൽ ബോർഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞത് അന്ന് കിടക്കുന്ന സംഭവമാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. ഒരു ലൈറ്റ് മ്യൂസിക്കിൻ്റെ കൂടിയില്ലേ ഈ സംഭവം അങ്ങനെ കിടന്ന് തിരിഞ്ഞ് ഡാൻസ് കളിക്കുമ്പോൾ കിട്ടുന്ന ഒരു എൻ്റർടൈൻമെൻറ്റ്, അതുപോലെ നമ്മുടെ റിലാക്സേഷൻ ഭയങ്കര രസമായിട്ട് തോന്നിയിട്ടാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഉള്ള കാര്യം പറയാലോ, അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് ഈ എയർപോർട്ട്. അത് കഴിഞ്ഞപ്പോൾ ഉണ്ട്, അത് മാത്രമല്ല അതേ സ്റ്റേജിൽ മ്യൂസിക് ഒന്നും നോക്കിയില്ല, നേരെ ഫ്രണ്ടിൽ തന്നെ കയറിയിരുന്നു. അത് കഴിഞ്ഞിട്ട് നവി മുംബൈയുടെ ന്യൂ ഇയർ പാർട്ടിയുടെ കേക്ക് കട്ടിങ്ങിൽ പങ്കെടുക്കാൻ നമുക്ക് ഭാഗ്യം കിട്ടി. അപ്പം നമ്മളിതാ അതിൻ്റെ സ്പീച്ചും കാര്യങ്ങളൊക്കെ കണ്ട് മ്യൂസിക്കൊക്കെ ആസ്വദിച്ച് അത് കഴിഞ്ഞപ്പോൾ വീണ്ടും തീർന്നിട്ടില്ല. അതേ അവിടെ വെറുതെ ചുമ്മാ വെയിറ്റിംഗ് ടൈമിൽ ഇരിക്കുമ്പോൾ കുട്ടികൾക്ക് നേരം പോക്കിന് വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് ക്ലേ മോഡലിംഗ് പഠിപ്പിക്കാനായിട്ടൊരു ടീം, പേപ്പേഴ്സ് കൊണ്ട് ഓരോ ക്രാഫ്റ്റുകളും ആർട്ടുകളൊക്കെ ചെയ്യാനായിട്ട് അത് പഠിപ്പിക്കാനായിട്ട് ഒരാൾ, എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് കുട്ടികളെ നന്നായിട്ട് ട്രീറ്റ് ചെയ്തിട്ടാണ്. അങ്ങനെ ഇതൊക്കെ ആസ്വദിച്ചിരിക്കുമ്പോഴേക്കും നമുക്ക് പോകാനുള്ള നമ്മുടെ ഫ്ലൈറ്റ് വന്നു. നമ്മൾ നേരത്തെ ഫ്ലൈറ്റേക്ക് കയറി മുംബൈയോട് ബൈ പറഞ്ഞു. അപ്പോൾ ഇതുവരെ തന്നെ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഇനി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഫോളോ ചെയ്യാത്ത നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നമ്മളെ ഫോളോ ചെയ്യാൻ പറയുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.